ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന ഒരു അടിപൊളി വീഡിയോ ആണ്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. PDF എഡിറ്റ് ചെയ്യാനേ നല്ല പണിയല്ലേ. നമ്മൾ നല്ല പോലെ പണിയെടുത്തിട്ടുണ്ടാവും നമുക്കൊരു PDF എഡിറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പം അതിനുള്ള സൊല്യൂഷൻ കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് ആരുടെ സഹായമില്ല, നമുക്ക് മൊബൈൽ വഴി നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് PDF എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. കാരണം ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് കിട്ടാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് സാധാരണ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഗൂഗിൾ എടുക്കുക, ലൈറ്റ് PDF എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരും. ലൈറ്റ് PDF എടുത്തു കഴിഞ്ഞ ശേഷം ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ താഴേക്ക് സെർച്ച് ചെയ്യുമ്പോൾ പല ഓപ്ഷൻസ് ഉണ്ട് ഈ ഒരു വെബ്സൈറ്റിൽ. നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ എക്സ്പ്ലോർ ഓൾ ടൂൾസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് ഓൾറെഡി തന്നെ ആപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്കത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളത് ഡൗൺലോഡ് ചെയ്താൽ. അപ്പം ലൈറ്റ് PDF AI ഏജൻറ്റ് എന്ന് പറഞ്ഞിട്ട് AI PDF ജനറേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്, AI ഇൻവോയ്സ് ഉണ്ട്, ജനറേറ്റർ ഉണ്ട്. അങ്ങനെയുള്ള പല മോഡൽസും അല്ലെങ്കിൽ പല ഓപ്ഷൻസും നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഇമേജിൻ്റെ വാട്ടർമാർക്ക് നമുക്ക് റിമൂവ് ചെയ്യാം. അത് ഓൾറെഡി പ്രീമിയം ആയിരിക്കും കേട്ടോ. പിന്നെ AI ലോഗോ റിമൂവർ ഉണ്ട്. അങ്ങനെയുള്ള പല ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഈ വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് പഠിക്കുക. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് PDFനകത്ത് നമുക്ക് എഡിറ്റ് PDF എടുക്കാം. എഡിറ്റ് PDF എടുത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ എന്നാന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ഫയൽ ഉണ്ട്. നിങ്ങളുടെ ബയോഡാറ്റയോ നിങ്ങൾക്കുള്ള കൊട്ടേഷൻസോ നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആരുടെ സഹായമില്ലാതെ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പം ഞാൻ ഓൾറെഡി തന്നെ ഒരു കൊട്ടേഷൻ ഉണ്ട്. എനിക്കൊരു കൊട്ടേഷൻ കിട്ടിയത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് അതിന് നിങ്ങളുടെ ഏതാണോ ആ PDF ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഇവിടെ ലോഡാവും. ഓക്കെ, ലോഡായി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നോക്കി, എനിക്ക് തന്നിരിക്കുന്ന ഒരു കൊട്ടേഷനാണ്, ഒരു എമൗണ്ട്. അപ്പം എനിക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുത്തണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഏത് പോർഷനാണെന്നുള്ളത് കണ്ടോ, കറക്റ്റ് അത് സെലക്ഷൻ ആവും. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യുക. ഓക്കെ, നമുക്കൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, സിമ്പിളായിട്ട് നമുക്കത് കണ്ടോ, നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുശേഷം നമ്മൾ സേവ് PDF കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഏതാണോ നമ്മുടെ മെയിൽ അഡ്രസ്സ്, ആ മെയിൽ അഡ്രസ്സ് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക. നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ആരുടെയും ഹെൽപ്പില്ലാതെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് PDF നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് സജസ്റ്റ് ചെയ്യുക. കാരണം ഇത് PDF എഡിറ്റ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ഇഷ്ടംമാതിരി പേരുണ്ട്, നിങ്ങളുടെ സുഹൃത്തുക്കളും ഉണ്ടാവും. അപ്പോൾ ഇതേപോലുള്ള കുഞ്ഞു വീഡിയോസിന് ഈ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. കാരണം ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ട് കാണുന്നതിന് വരെ ഓക്കെ, ബൈ, താങ്ക്സ്.